ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ കാറ്റഗറി നമ്പർ 276/2024 നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെ പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് വേക്കൻസീസ് ആസ് ഓഫ് നൗ, ഒരു വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 3/10/2024 വരെയാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. സോ ആ ഡെഡ് ലൈൻ വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, വാട്ട് ടു സ്റ്റഡി എന്നാണ്. സോ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട്, സിലബസിലെ പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. 12 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അതിനുശേഷം തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് നിങ്ങൾക്ക് 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് നിങ്ങൾക്ക് 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. തെർമൽ എഞ്ചിനീയറിംഗ് 14 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 14 മാർക്കിൻ്റെ ചോദ്യം. പ്രൊഡക്ഷൻ ടെക്നോളജി 12 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് 12 മാർക്കിൻ്റെ വെയിറ്റേജ്. അങ്ങനെ ആകെ 100 മാർക്കിനായിരിക്കും ഈ ഒരു എക്സാം നടത്തുന്നുണ്ടാവുക. ഇനി എങ്ങനെ പഠിക്കണം, ഹൗ ടു സ്റ്റഡി എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ഫുൾ സിലബസ്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണ് ഫുൾ റിവിഷൻ. കാരണം സിലബസ് ഒരുപാട് വാസ്റ്റാണ്. നമ്മൾ വീക്കായ ടോപ്പിക്സും ഒരുപക്ഷെ ആ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സിന് തറവായിട്ടുള്ള റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സിലബസ് മുഴുവനായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ റിവിഷൻ ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. എന്നാലേ നമുക്ക് ആ ഒരു കൃത്യമായ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ആ ഒരു എക്സാമിന് ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രാക്ടീസ് അഡീഷണൽ മോഡൽ എക്സാം ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതെങ്കിലും ഒരു വിശ്വസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഉയർന്ന റാങ്കിനുള്ള ഒരു സാധ്യത നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി റഫറൻസ് ബുക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നിങ്ങൾക്ക് SS രത്തൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തെർമോഡൈനാമിക്സ് ബൈ PK നാഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ബൈ RK ബെൻസാൽ, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ബൈ ജെയിൻ ബ്രദേഴ്സ്, തെർമൽ എഞ്ചിനീയറിംഗ് ബൈ RK രജ്പുത്, തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ബൈ SS രത്തൻ, പ്രൊഡക്ഷൻ ടെക്നോളജി ബൈ OP ഖന്ന, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ബൈ OP ഖന്ന. ഇത്രയുമാണ് റഫറൻസ് ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ സിലബസിൽ നിന്ന് നമുക്ക് ആവശ്യമായ ടോപ്പിക്സ് മാത്രം ചൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസിൻ്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓഫ് കോഴ്സ്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ ഗ്രേഡ് 1 മെക്കാനിക്കൽ, ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് തുടങ്ങിയ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പോളിടെക്നിക് ലെക്ചറർ മെക്കാനിക്കൽ, ഈ ഒരു എക്സാമിൻ്റെ ജനറൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാനായിട്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മെക്കാനിക്കൽ, അതിലും ജനറൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സിൻ്റെ ടോപ്പിക്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി PSC എക്സാംസ് അല്ലാതെ മറ്റുള്ള ഏതൊക്കെ സോഴ്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ UPSCയുടെ എഞ്ചിനീയറിംഗ് സർവീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗേറ്റ് മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. ISRO സയൻറ്റിസ്റ്റ് മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം. SSC JE മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ സ്റ്റേറ്റ് PSC, തമിഴ്നാട് PSC പോലെ മറ്റ് സ്റ്റേറ്റ് PSC എക്സാംസിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി
ഒരു ടോപ്പർ ആവാനായിട്ട് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ കോമ്പറ്റീഷൻ ട്രയാങ്കിളിലെ 3 കാര്യങ്ങൾ, ആ 3 എഡ്ജസ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സിലബസ് കവർ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഫുൾ റിവിഷൻ, ശേഷം പ്രാക്ടീസ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡൽ എക്സാംസ്. സോ ഇത് 3ഉം ഈക്വൽ വെയിറ്റേജോടെ അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടോ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് കൊണ്ടോ റാങ്ക് സാധ്യത ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുക, അതിനുശേഷം ഫുൾ റിവിഷൻ 1-2 തവണ റിവിഷൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രത്തോളം തവണ റിവിഷൻ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം തവണ റിവൈസ് ചെയ്യുക. അതിനുശേഷം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടൈം മാനേജ്മെൻറ്റോട് കൂടിയ മോഡൽ എക്സാംസും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടോപ്പർ ആവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. ആ സിലബസ് റെഫറൻസ് ബുക്കിൽ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, ആ സിലബസ് പഠിക്കുക, കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, അത് പ്രാക്ടീസ് ചെയ്യുക, മോഡൽ എക്സാം ചെയ്യുക മുതലായ കാര്യങ്ങൾ നമുക്കറിയാം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ടെക് PSC ഈ ഒരു എക്സാമിനായിട്ടുള്ള തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ ഒരു ഫാക്കൽറ്റി ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ തന്നെ മികച്ച ഫാക്കൽറ്റി ടീം നയിക്കുന്ന ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് സെഷൻസും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇൻ്റർവ്യൂ ഗൈഡൻസ് തുടങ്ങി ധാരാളം പ്രത്യേകതകളുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. അതും വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിലാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ടെക് PSCയുടെ വിജയാശംസകൾ.